കമൻ്റ് ഇട്ട് മടുത്ത്. അതുകൊണ്ടുണ്ടോ വീഡിയോ ചെയ്യണം. കേരളത്തിൽ മാത്രം അല്ല ഈ പറയുന്ന പെണ്ണ് ഉള്ളത്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് എവിടെ നിന്ന് വെച്ചാൽ കെട്ടിക്കോ, ആരും ഒരു പരാതി പറയുന്നില്ല. സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ഡിമാൻഡ്സ് ഉണ്ടാവും. അത് അംഗീകരിക്കാൻ താല്പര്യമുള്ള മാത്രം കെട്ടിയാൽ മതി, അല്ലാത്തൊരു കെട്ടണ്ട. സത്യം പറയാം, നല്ല സന്തോഷമുണ്ട് ഈ ഒരു കാര്യത്തിൽ. കാരണം ഒരു 20 years ബാക്ക് ഇവിടെ ഒരു കേരളം ഉണ്ടായിരുന്നു. ആ സമയത്ത് പെൺകുട്ടിയാളിട്ട് തട്ടിക്കഴിച്ച കുറച്ചൊന്നല്ല. അതായത് ബ്രോക്കർ വരിക തന്നെ 14 വയസ്സായില്ലേ, 14 വയസ്സാന്നൊക്കെ വലിയ പ്രായം. കെട്ടിക്കണ്ടേ? ഒരു ചെക്കനുണ്ട് 1 ലക്ഷം 20 പവനും, 1 ലക്ഷമല്ല 1 ലക്ഷം 20 പവനും, അല്ലെങ്കിൽ 1 ലക്ഷം 25 പവനും കൊടുക്കാൻ കഴിയുമോ? നമുക്ക് ഉണ്ട്. ഇനി പോട്ടെ, ഒക്കെ പോട്ടെ. ഒരു ഏജ് കഴിഞ്ഞാൽ, അതായത് ഒരു 18 ഏജ് കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ ഒരു 19 ഏജ് ചാടിയാൽ പിന്നെ ആ പെണ്ണിന് നമ്മുടെ നാട്ടിൽ കല്യാണം ശരിയാവൂല. കാരണം ഏജ് ഓവറായി. പിന്നെ ഉള്ളത് സേലം, മൈസൂരി, പിന്നെ അതേപോലെ 2ാം കെട്ട്, പിന്നെ ഭാര്യ അറിയാതെ കെട്ടുക, ഇതൊക്കെ തന്നെയായിരുന്നു ഇവിടുത്തെ അവസ്ഥ മക്കളെ. അപ്പോൾ ഇപ്പം കുറച്ച് ഗേൾസ് ഡിമാൻഡ് ഇട്ടെന്ന് വിചാരിച്ച് ഒന്നും വരാനില്ല. അതിന് നിങ്ങൾ ആരും കുത്തിരുന്ന് കരഞ്ഞിട്ടും കാര്യമില്ല. ഡിമാൻഡ്സ് ഇടണം, പെൺകുട്ടികൾ ഡിമാൻഡ്സ് ഇടണം. കാരണം കുറച്ച് മുൻപുള്ള പെൺകുട്ടികൾ അത്രത്തോളം ഗതികേട് പിടിച്ച പെൺകുട്ടികളുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇന്ത്യൻ കാട്ടിൽ എത്രയോ വയസ്സ് മൂത്ത ആളുകളൊക്കെ ഇപ്പം കെട്ടിച്ചിട്ടുണ്ട് 2ാം കെട്ടാരെ കൊണ്ട്. അതേപോലെ ഒരു വട്ടം പോലും മാരേജ് ചെയ്യാത്ത പെൺകുട്ടികളാണ് കേട്ടത്. ഭാര്യ ചാടിപ്പോയത്, ഭാര്യ മരിച്ചു പോയത്, ആളെക്കൊണ്ടൊക്കെ എപ്പോഴും കെട്ടിച്ചിട്ടുണ്ട്. ഇന്ത്യയൊക്കെ എത്രയോ വയസ്സിന് മൂത്ത ആൾക്കാരെ കെട്ടിക്കാതെ അന്നത്തെ ഇരകളായിട്ട് ഇപ്പോഴും ഉള്ള ഗേൾസും ഉണ്ട്, കെട്ടിക്കാണ്ട് നിൽക്കണ ഗേൾസ്. അപ്പോൾ കുറച്ച് ഡിമാൻഡ് ഇട്ടെന്ന് വിചാരിച്ചിക്കാണ്ട് ആർക്കൊന്നും വരാനില്ല. ഗേൾസ് ഡിമാൻഡ് ഇടണം. ഇപ്പം ഗേൾസ് ഡിമാൻഡ് ഇട്ടപ്പോൾ അഹങ്കാരി, ജാടക്കാരി, പിന്നെ അതേപോലെ എന്താ നക്കിപ്പിന് ഗതിയില്ലാത്തവർക്കും പാടെ ഡിമാൻഡ്സാണ്. എന്താ നക്കിപ്പിന് ഗതിയില്ലാത്തവർക്ക് എന്താ ആഗ്രഹിച്ചൂടെ? ഇപ്പം തട്ടകം ഗേൾസിൻ്റെ കയ്യിലാണ്. അവരെത്ര വേണമെങ്കിലും ഡിമാൻഡ് ഇടട്ടെ. പിന്നെ അതേപോലെ പണ്ട് കാലത്തെ ഒരു സംഗതിയും കൂടി ഉണ്ടായിരുന്നു. അതായത് ഒരു വീട്ടിൽ മുഴുവൻ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ കല്യാണം ഇതുണ്ടാവില്ല, അത് നടക്കൂല. എന്താ, പെൺകുട്ടികളാണ്, ആ ബാധ്യത മുഴുവൻ അവൻ്റെ മേത്തരിക്കാരം പറഞ്ഞിട്ട് ഒരുപാട് നിങ്ങൾ അർമാദിച്ചില്ലേ മക്കളെ. ഇനി കുറച്ച് ഗേൾസ് അർമാദിക്കട്ടെ കേട്ടോ. അത്രേ പറയാനുള്ളൂ. ഇനി കമൻ്റ് ഇടാൻ വയ്യാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യണം.